Hello my dear students, welcome back once again to Basil's Physics Classroom. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത പാർട്ടിലേക്കാണ് പോകുന്നത്, തേർഡ് പാർട്ട് ഫോർ ദ KEAM 2019 ഡിസ്കഷൻ. അപ്പോൾ കഴിഞ്ഞ രണ്ട് പാർട്ടിലെ വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് കണ്ടിട്ട് ഏതെങ്കിലും ടോപ്പിക്സ് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടേക്കുന്നതിൽ, അതായത് ബ്രീഫ് ഓവർവ്യൂ, ക്വിക്ക് റിവിഷൻ വീഡിയോസ് കയറി നോക്കുക. അത് നോക്കുമ്പോൾ കുറച്ചും കൂടിയും കൂടുതലായിട്ട് അത് മനസ്സിലാകും. ഓക്കെ, സോ വി ആർ മൂവിംഗ് ഓൺ ദ തേർഡ് പാർട്ട് ഓഫ് ഡിസ്കഷൻ of 2019 paper, and the first question for you. In a single slit diffraction of width alpha by a monochromatic source of wavelength lambda, the first minimum of the intensity distribution occurs at an angle. First question നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്ന് അറിയോ? ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേണിന്റെ കാര്യമാണ്. ഓക്കെ, അപ്പൊ വേവ് ഒപ്റ്റിക്സിന്റെ വീഡിയോ അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പോ കഴിയുന്നതും ഈ ആഴ്ച തന്നെ ഞാൻ ഇടും. അപ്പൊ മേക്ക് ഷുവർ ദാറ്റ് യു വാച്ച് ദാറ്റ് ഓൾസോ. അപ്പോ വേവ് ഒപ്റ്റിക്സിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഡിഫ്രാക്ഷൻ. നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് പഠിക്കുന്നുണ്ട്, അതുപോലെ ഡിഫ്രാക്ഷൻ പാറ്റേണും പഠിക്കുന്നുണ്ട്. അപ്പൊ റൈറ്റ് നൗ ജസ്റ്റ് റിമെമ്പർ ദിസ് മച്ച്. ഒരു ഡിഫ്രാക്ഷൻ പാറ്റേണിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, d sin theta is equal to n lambda. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, sin theta is equal to n lambda by d. ഓക്കെ, ഇവിടെ d എന്ന് വെച്ചാൽ ആ ഡിഫ്രാക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലിറ്റിന്റെ വിഡ്ത്ത് ആണ് d എന്ന് പറയുന്നത്. n എത്രാമത്തെ മാക്സിമം അല്ലെങ്കിൽ മിനിമയാണ്. അപ്പൊ n ലാംഡ എന്ന് പറയുമ്പോൾ മിനിമയുടെ കണ്ടീഷൻ ആണ്. അപ്പോ n എത്രാമത്തെയാണ് എന്നാണ് ഐഡിയ. ലാംഡ ദ വേവ് ലെങ്ത്, തീറ്റ എന്ന് വെച്ചാൽ എന്താ, ദ ആംഗുലർ സെപ്പറേഷൻ ഓഫ് ദാറ്റ് ഓർ ആംഗുലർ പൊസിഷൻ ഓഫ് ദാറ്റ്, അല്ലെങ്കിൽ ആംഗുലർ വിഡ്ത്ത് എന്നൊക്കെ പറയാം. അപ്പൊ സൈൻ തീറ്റ ഈക്വൽ ടു n ലാംഡ ബൈ d എന്ന് എഴുതാം. ഓക്കെ, ഇനി ഫസ്റ്റ് മിനിമയുടെ കാര്യമാണ് അവർ ചോദിക്കുന്നത് അല്ലെ. ഫസ്റ്റ് മിനിമ എന്ന് പറയുമ്പോൾ n എന്താ, 1 ആണ്. അതുപോലെ നമുക്ക് if theta is very small, sin theta is approximately theta, so theta is equal to lambda by alpha, because അവർ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ സ്ലിറ്റ് വിഡ്ത്ത് d അല്ല ആൽഫ എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ theta is equal to lambda by alpha is the answer for the first question. Clear? സംശയമില്ലല്ലോ. ഓക്കെ, സോ ഓർത്ത് വയ്ക്കുക ഡിഫ്രാക്ഷൻ പാറ്റേൺ എങ്ങനെയാണെന്നും അതുപോലെ ഇന്റർഫറൻസിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നും. ഓക്കെ, അപ്പോ we can move to the next question right now. A monochromatic source of wavelength 600 nanometer was used in Young's double slit experiment to produce interference pattern. I1 is the intensity of light at a point on the screen where the path difference is 150 nanometer. The intensity of light at a point where the path difference is 200 nanometer is given by. അപ്പൊ ഇവിടെ വീണ്ടും എവിടത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ അത്? യെസ്, നമ്മുടെ വേവ് ഒപ്റ്റിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അല്ലെ. അപ്പൊ നിങ്ങളോട് ആദ്യം ഓർത്തിരിക്കേണ്ടത്, വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫേസ് ഡിഫറൻസ് ആൻഡ് പാത്ത് ഡിഫറൻസ്? ദാറ്റ് ഈസ് 2π by lambda into delta x. Phi എന്ന് വെച്ചാൽ ഫേസ് ഡിഫറൻസ്, ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ പാത്ത് ഡിഫറൻസ്. ഓക്കെ, മറ്റൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഇന്റൻസിറ്റി, മാക്സിമം ഇന്റൻസിറ്റി is given by 4I0 cos square 5/2 ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് ഇവിടെ എത്തിച്ചേരാം. റൈറ്റ്, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് കേസിൽ നമുക്കറിയാം യൂസ് ചെയ്യുന്നത് 600 നാനോമീറ്റർ ആണ് അല്ലെ. അതുപോലെ പാത്ത് ഡിഫറൻസ് എത്രയാ, 150 ആണ്. അപ്പൊ നമുക്ക് ഫൈ കണ്ടുപിടിക്കാലോ. ഫൈ is equal to 2π by lambda എത്രയാണ്, what is lambda? Lambda is 600, delta x എത്രയാ, 150. So simplify ചെയ്യുമ്പോൾ എത്ര വരും? This will be 4. So this is equal to what? അപ്പൊ നമുക്ക് 2π by 4 എന്ന് കിട്ടി. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? This is equal to π/2. 5 കിട്ടിയില്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So that will be 4I0 cos square 5/2 അല്ലേ. അപ്പൊ 5/2 എന്ന് പറയുമ്പോൾ ഓൾറെഡി π/2 ആണ്. So that will be cos square π/4. Cos π/4 എന്ന് വെച്ചാൽ cos 45 അല്ലേ. What is cos 45? 1/√2. But this will be 4I0 into 1/2, or that is equal to 2I0. Clear ആയോ? ഫസ്റ്റ് കേസിലുള്ള ഇന്റൻസിറ്റി എന്താണ്? 2I0 ആണ് ഫസ്റ്റ് കേസിൽ വരുന്നത്. ഇനി അടുത്ത കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര യൂസ് ചെയ്യുന്നത്? പാത്ത് ഡിഫറൻസ് 200 നാനോമീറ്റർ വരുമ്പോൾ. ഇപ്പൊ പാത്ത് ഡിഫറൻസ് 200 നാനോമീറ്റർ വരുമ്പോൾ നമ്മുടെ കണ്ടീഷനിൽ അപ്ലൈ ചെയ്യാം 2π by lambda into 200 നാനോമീറ്റർ അല്ലെ. ലാംഡ 600 ആണ്. So that is equal to എത്ര വരും? 3 വരും. അപ്പൊ 2π/3 എന്ന് പറഞ്ഞു. എന്താണ്? 2π/3 അല്ലെ. അപ്പൊ 5 is 2π/3. അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? That is equal to 2π/3/2. അപ്പൊ π/3 ആയി.
So that is equal to 4I naught cos square pi by 3 എന്ന് പറഞ്ഞു. ഐഡിയ മനസ്സിലായോ? ഇത് ബൈ 2 ഉള്ളതുകൊണ്ട് ആ 2 അങ്ങ് പോയതാ കേട്ടോ. So this is equal to cos square pi by 2 3 എന്ന് വെച്ചാൽ എന്താ? cos 60. cos 60 എന്ന് വെച്ചാൽ 1 by 2. So 4I naught into 1 by 2 square, 1 by 4. That is equal to I naught. ഫസ്റ്റ് കേസിൽ എത്ര ഇന്റൻസിറ്റി വന്നത്? 2I naught. ഈ കേസിൽ എന്താ ഇന്റൻസിറ്റി? I naught. അല്ലെ? അപ്പൊ അവർ ചോദിക്കുന്നത് ഫസ്റ്റ് കേസിൽ ഇന്റൻസിറ്റിയുടെ കറസ്പോണ്ടിംഗിൽ ഇത് എത്രയാണെന്നാണ് ചോദ്യം അല്ലെ? അപ്പൊ ഫസ്റ്റ് കേസിൽ ഇന്റൻസിറ്റി നമുക്കറിയാം എത്രയായിരുന്നു? 2I naught ആയിരുന്നു. നമ്മുടെ I1 2I naught ആയിരുന്നു. ഇപ്പോൾ ഉള്ള ഇന്റൻസിറ്റി എത്രയാ? I naught. അപ്പോ I naught പകരം നമുക്ക് I എന്നിടാം. അപ്പൊ I1 is equal to 2I will be the corresponding condition, or you can say that I is equal to I1 by 2, which is the answer. Okay, അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരുന്നത്? I is equal to I1 by 2. Clear അല്ലേ? Right? So that is the idea. അപ്പോൾ ഓർത്തിരിക്കണം, എന്തൊക്കെ ഓർത്തിരിക്കണം? ഒന്ന്, ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓർക്കണം. രണ്ട്, ഇന്റൻസിറ്റിയുടെ മാക്സിമം ഇന്റൻസിറ്റിയുടെ കണ്ടീഷൻ. ഈ 4I naught-നെയാണ് നമ്മൾ മാക്സിമം വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത് കേട്ടോ. 4I naught, I naught അല്ല, 4I naught ആണ് നമ്മുടെ മാക്സിമം വാല്യൂ ആയിട്ട് എടുക്കുന്നത്. cos square 5 by 2. 5 എന്താണ്? ഫേസ് ഡിഫറൻസ്. ഡെൽറ്റ എക്സ് എന്താണ്? പാത്ത് ഡിഫറൻസ്. Question clear ആണല്ലോ? Okay. So the next question is there on the screen for you. The Brewster's angle for air to water interfaces. So Brewster's angle എന്ന് പറയുമ്പോൾ നമ്മൾ വേവ് ഫിസിക്സിലെ ടൂൾസ് എൻഡ് പഠിക്കുന്നതാണ്. Brewster's angle എന്ന് പറയുമ്പോൾ tan beta. ഞാൻ ബീറ്റ എന്ന് വിളിക്കുവാണ്. Brewster's tan beta is equal to n2 by n1 ആണ് നമ്മൾ പഠിക്കുന്നതാണ്. Tan beta is equal to what? n2 by n1. Okay. അപ്പോ അവിടെ എയർ ടു വാട്ടർ ഇന്റർഫേസ് ആണ് പറയുന്നത് അല്ലെ? അപ്പൊ n1 എന്താണ്? 1 ആണ്. വാട്ടർ എന്ന് പറയുമ്പോൾ 1.33 ആണ്. അപ്പൊ 1.33 ആണ് നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ നമുക്കറിയാം ബീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1.33. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓർത്ത് വയ്ക്കുക, ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു n2 by n1, which is equal to sin I by sin r ആണ്. സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷനും ഇവിടെ അപ്ലൈ ചെയ്യാം. Okay, so moving on to the next question. In the amplitude modulation mode of transmission, the normal speed signal is with a maximum frequency of 5 kHz. If the carrier frequency is 200 kHz, the modulated signal will have the frequency varying between. ഈ ക്വസ്റ്റ്യനിൽ carrier frequency എത്രയാണ്? 200 kHz ആണ് അല്ലെ? അതുപോലെ മോഡുലേറ്റഡ് സിഗ്നൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമ്മുടെ മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി എത്രയാ? 5 kHz ആണ്. അപ്പൊ രണ്ടും ഫ്രീക്വൻസി അറിയാം. അപ്പൊ ഇതിന്റെ റേഞ്ച് ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഏത് റേഞ്ച് മുതൽ ഏത് റേഞ്ച് വരെ? ഏത് റേഞ്ച് മുതൽ? FC മൈനസ് FM മുതൽ FC പ്ലസ് FM വരെ ആയിരിക്കും അവന്റെ റേഞ്ച്. ഓക്കെ, അപ്പൊ FC മൈനസ് FM എന്ന് പറഞ്ഞാൽ എത്ര വരും? 200 മൈനസ് 5, that is 195 kHz മുതൽ പ്ലസ് വരുമ്പോ 205 kHz വരെ ആയിരിക്കും ഇവന്റെ റേഞ്ച് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 195 kHz മുതൽ 205 kHz വരെ. ക്ലിയർ? So the answer will be 195 and 205. Okay. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. The next question is around the screen. For signal transmission, modulation is necessary. ഇപ്പൊ മോഡുലേഷൻ എന്തിനാണ്? അപ്പൊ ഞാൻ മോഡുലേഷൻ എന്താന്ന് പറയട്ടെ. കുറച്ചു മുമ്പത്തെ ക്വസ്റ്റിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പറഞ്ഞു അല്ലെ? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ we are actually modifying the amplitude of the modulated signal. സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് മോഡിഫൈ ചെയ്യുന്നതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഫ്രീക്വൻസി മോഡുലേഷൻ ഉണ്ട്, ഫേസ് മോഡുലേഷൻ ഉണ്ട്. മോഡുലേഷന് പ്രധാനമായിട്ട് 3 യൂസസ് ആണുള്ളത്. ഒന്ന്, സിഗ്നലിന്റെ ഇന്റർമിക്സിംഗ് അവോയ്ഡ് ചെയ്യാൻ. 2, സൈസ് ഓഫ് ദ ട്രാൻസ്മിറ്റിംഗ് ആന്റിന കുറയ്ക്കാൻ. 3, ടു കൺട്രോൾ ദ പവർ ട്രാൻസ്മിറ്റർ. സോ ഇങ്ങനെ പ്രധാനമായിട്ട് 3 യൂസസ് ആണ് എന്തിനുള്ളത്? ഈ മോഡുലേഷൻ ഉള്ളത്. ഓക്കെ, അതുകൂടാതെ ഈ മോഡുലേഷൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഞാൻ ഈ പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കേൾക്കാൻ പറ്റുന്നത് ബിക്കോസ് ഐ എം റെക്കോർഡിംഗ് ഇറ്റ് ഇൻ മൈ സ്മാർട്ട് ഫോൺ ആൻഡ് യു ആർ ഏബിൾ ടു ഹിയർ അല്ലെ? ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അല്ലാതെ കേൾക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ എങ്ങനെ ചുമ്മാ ഇങ്ങനെ മൈക്കൊന്നും ഇല്ലാതെ ഫോണൊന്നും ഇല്ലാതെ പറഞ്ഞാൽ കേൾക്കാൻ പറ്റുമോ? പറ്റില്ല. മോഡുലേഷൻ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ റേഞ്ച് ഓൾസോ. അവിടെ ഡിസ്റ്റൻസ്, ഈ വേവിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസും കൂട്ടാൻ നമ്മൾ ആര് ഹെൽപ്പ് ചെയ്യും? മോഡുലേഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ വാട്ട് ഇസ് ദി ആൻസർ? ഓപ്ഷൻ ഡി, ടു റേഡിയേറ്റ് ദ സിഗ്നൽ ടു എ ലാർജ് ഡിസ്റ്റൻസ്. മോഡുലേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ? റൈറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്. ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ ഫോർവേഡ് ബയസ് പി എൻ ജംഗ്ഷൻ ഡയോഡ്.
അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സെമി കണ്ടക്ടേഴ്സിന്റെ വീഡിയോ ഇട്ടതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫോട്ടോ ഡയോഡ് ഉണ്ട്. ഫോട്ടോ ഡയോഡ് ഇസ് റിവേഴ്സ് ബയസ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. അതുപോലെ നമുക്ക് സെനർ ഡയോഡ് ഉണ്ട്, വിച്ച് ഇസ് അഗെയിൻ റിവേഴ്സ് ബയസ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. സോളാർ സെൽ ഉണ്ട്, ബയസ് ഇല്ല. അപ്പൊ ഒരു LED അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഡയോഡിന്റെ എല്ലാം VI ക്യാര കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് പഠിക്കാൻ വേണ്ടി യു കെൻ ജസ്റ്റ് റെഫർ ടു ദ വീഡിയോ സെമി കണ്ടക്ടേഴ്സ് ദാറ്റ് ഐ ഹാവ് ടേക്കൺ ഫോർ യു. ഓക്കെ, അപ്പൊ അത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഗ്രാഫ് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, അതും പഠിച്ചു വെക്കുക അവിടെ. അപ്പൊ ഓർക്കുക, LED is a forward bias PN junction diode. 2 ടെർമിനലേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the context of PN junction, select the correct statement from the following. അപ്പൊ അവിടെ 5 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് അല്ലെ, നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഒരു പി എൻ ജംഗ്ഷൻ എടുക്കുമ്പോൾ എഗെയിൻ ഞാൻ സെമി കണ്ടക്ടേഴ്സിൽ പറയുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. അറിയാത്തവർ അത് പോയി കണ്ടാൽ മതി. അപ്പൊ സെമി കണ്ടക്ടേഴ്സിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ ദ ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ദ പൊട്ടൻഷ്യൽ ബാരിയർ, ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഡോപ്പിംഗ്. പിന്റെ പിന്നെ ഡോപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഫോർവേഡ് ബൈസ് ചെയ്തെന്ന് വിചാരിച്ചു, പിന്നെ ഫോർവേഡ് ബൈസ് ചെയ്താൽ ഡിപ്ലീഷൻ റീജിയൻ കുറയോ കൂടുവോ? ഡിപ്ലീഷൻ റീജിയൻ ഓർ ദ പൊട്ടൻഷ്യൽ ബാരിയർ ഡിക്രീസസ്. റിവേഴ്സ് ബൈസ് ആണ് ചെയ്യുന്നതെങ്കിലോ പൊട്ടൻഷ്യൽ ബാരിയർ കൂടുകയാണ് വരുന്നത്, അല്ലാതെ കുറയുകയല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം ഓർത്ത് വയ്ക്കുക. പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ വിഡ്ത്ത് എല്ലാം ഡോപ്പിങ്ങിനെ ബേസ് ചെയ്താണ് വരുന്നത്. അപ്പൊ നമ്മൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഹൈ ആവുന്നതോറും അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഫോർവേഡ് ബൈസിന്റെ കണ്ടീഷൻ എന്താ, റിവേഴ്സ് ബൈസിന്റെ കണ്ടീഷൻ എന്താ, ഇലക്ട്രിക് ഫീൽഡ് ബിൽഡപ്പ് ആവും, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും, എങ്ങനെയാണ് ആക്ഷൻ നടക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഓൾറൈറ്റ്. സോ ഐ ഹോപ്പ് ദ കണ്ടീഷൻ ഇസ് ക്ലിയർ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏത് വരും അവിടെ? ഓപ്ഷൻ ബി വരും അവിടെ അല്ലെ. സോ ദാറ്റ് ഇസ് ദി ആൻസർ. ഓക്കെ, സോ അടുത്തിലേക്ക് പോവാം. And the next question is on screen. A brick of mass 2 kilogram slides down an inclined plane of height 5 meter and angle 30 degree. If the coefficient of friction of the incline is 1 by 2 root 3, the velocity of the block at the bottom of the incline is. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ആണ് അവർ നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. ഈ ഇൻക്ലൈൻ പ്ലെയിനിന്റെ ബോട്ടത്തില് ഈ ബ്ലോക്ക് എത്തുമ്പോൾ അവന്റെ വെലോസിറ്റി എന്താകും എന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഹൈറ്റ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്, 5 മീറ്റർ ആണ് ഈ ഹൈറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് നമ്മുടെ വർക്ക് എനർജി തിയറം. ഇത്രയും ആലോചിച്ചാൽ മതി. ഈ ഹൈറ്റിൽ ഇരിക്കുമ്പോൾ അവൻ എന്ത് എനർജി ഉള്ളത്? ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലെ, ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. Now ഇവൻ സ്ലൈഡ് ചെയ്ത് താഴെ എത്തുമ്പോഴത്തേക്കും ഈ പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ച് 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഒന്ന്, we will be doing some work to overcome the frictional force. 2, ഇവിടെ എത്തുമ്പോൾ you have a kinetic energy also, അതുകൊണ്ടാണ് വെലോസിറ്റി ഉള്ളത്. അപ്പൊ 2 കാര്യങ്ങൾ, work done against friction plus the kinetic energy. ഓക്കെ, അപ്പൊ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. പൊട്ടൻഷ്യൽ എനർജി ആദ്യം തന്നെ എഴുതാം. പൊട്ടൻഷ്യൽ എനർജി എന്താ? mgh അല്ലേ. അപ്പോ 2 into 5 into h into 10 g അല്ലെ. So 2 into 5 into 10 is equal to work done by friction എന്ന് പറഞ്ഞാൽ force of friction into the displacement ആണ് plus the kinetic energy. Now force of friction എന്ന് പറയുമ്പോൾ എത്രയാ? mu n ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുകളിലേക്ക് n, താഴത്തേക്ക് mg cos theta. ലോസ് ഓഫ് മോഷൻ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ F എന്ന് പറയുമ്പോൾ mu n ആണ്, mu n s plus kinetic energy. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് വേണം നമുക്ക്. അപ്പൊ ഇത് 5 ആണെന്ന് അറിയാം, ഇത് തീറ്റ 30 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പൊ ഇത് കണ്ടുപിടിക്കാലോ. എങ്ങനെ? sin 30 എടുത്താൽ മതി. sin 30 is equal to 5 by hypotenuse. നമ്മുടെ hypotenuse would be equal to what? 5 by sin 30. sin 30 1 by 2. അപ്പൊ ഇത് 10 വരും. നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 10 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So that is equal to mu എത്രയാ? 1 by 2 root 3. n എന്താണ്? What is the value of n? mg cos theta. Mass 2 ആണ്. 2 into g 10 ആണ്. Cos theta, cos 30. What is cos 30? Yes, root 3 by 2. Into displacement is again 10 plus the kinetic energy. ഇങ്ങനെയല്ലേ വരുന്നത്? Right? Now, what is the next step? Now, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പിൽ നമുക്കൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ മതി ആൻസറിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ 2 into 5, 10, അപ്പൊ 100 is equal to, എവിടെ 2 പോയി, root 3 പോയി, 2 പോയി 5 വന്നു അല്ലെ. 50 plus kinetic energy. Or you're getting 50 is equal to kinetic energy, which will be equal to half into mv square. Mass 2 ആണ്, v square. അപ്പൊ v square is 50
or V is root 50, or approximately this is equal to 7 meter per second. So what is the answer? Velocity at the bottom of the inclined plane will be 7 meter per second. Okay, ഈ ഒരു മെത്തേഡ് തന്നെ അഡോപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. Any method you can choose. But I think this will be the simplest method. Work energy theorem use ചെയ്ത് നമ്മൾ solve ചെയ്ത്. Okay അല്ലേ? Okay, so let's move on to the next question. A spherically uniform planet of mass 8 into 10 raised to 24 kilogram and radius 6 into 10 raised to 6 meter is orbiting around the sun. The escape velocity for the planet is close to. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി ഇതെല്ലാം അറിയാലോ. ഐ ഹോപ്പ് യു നോ. അറിയാത്തവര് ഗ്രാവിറ്റേഷന്റെ ഇത് കാണും കേട്ടോ. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2gm by r. റൂട്ട് ഓഫ് 2gm by r എസ്കേപ്പ് വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി ആണെങ്കിലോ റൂട്ട് ഓഫ് gm by r ആണ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ എല്ലാ വാല്യൂസും വന്നിട്ടുണ്ട് ഡയറക്റ്റ് ആയിട്ട്. റൂട്ട് ഓഫ് 2 into g എത്രയാ 6 into 10 raised to minus 11, m എത്രയാ 8 into 10 raised to 24 അല്ലേ, ഡിവൈഡഡ് ബൈ r എത്രയാ 6 into 10 raised to 6. കണ്ടുപിടിക്കാലോ. സോൾവ് ചെയ്യാൻ പാടില്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വേറെ ഒന്നുമില്ല കേട്ടോ. സോൾവ് ചെയ്തോളൂ ആൻഡ് ഫൈൻഡ് ദി ആൻസർ. ആൻസർ ഞാൻ പറയുന്നില്ല, സോ ഡു കമന്റ് ദി ആൻസർ ബിലോ. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സപ്പോസ് ടു പ്ലാനറ്റ്സ് A and B revolve around a sun in the galaxy. The semi-major axes of A and B are 1 and 5 astronomical units respectively. If the period of revolution of A is 1 year, the period of revolution of B is. അപ്പോൾ സെമി മേജർ ആക്സിസ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. നമ്മുടെ ജനറൽ ഒരു ഡെഫിനിഷൻ ഉണ്ട് നമുക്ക്, നമ്മുടെ കെപ്ലേഴ്സ് ലോ വെച്ച് പറയുന്നത്. അതായത് സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ്. നമ്മൾ ഇടയ്ക്ക് അപ്രോക്സ് ചെയ്ത് റേഡിയസ് എന്ന് എടുക്കാറുണ്ട്, പക്ഷെ ഇത് ആക്ച്വലി സെമി മേജർ ആക്സിസ് ആണ്. അപ്പൊ ടൈം സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ സെമി മേജർ ആക്സിസ് അല്ലെ, വിച്ച് മീൻസ് ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാം. TA by TB will be equal to RA by RB the whole raised to 3 by 2. Okay, oh this is equal to RA and RB. 1 ഉം 5 ഉം ആണ്. അപ്പോൾ 1 by 5 the whole raised to 3 by 2. Okay, അപ്പോൾ 1 by 5 എന്ന് പറയുമ്പോൾ ഹോൾ ക്യൂബ് വരുമ്പോൾ 125 വരും. 125ന്റെ റൂട്ട് എന്താ? 25 root 5. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം TA by TB is equal to 1 by 5 root 5. 25 root 5 അല്ല കേട്ടോ, 5 root 5. ഓക്കെ, ഓ നമുക്ക് ഇങ്ങനെ എഴുതാം TB is equal to, TB എത്ര 1 ഇയർ ആണ്, TA 1 ഇയർ ആണ്. അപ്പൊ 1 into 5 root 5 അപ്രോക്സിമേറ്റ് എത്ര വരും? റൂട്ട് 5 എന്ന് പറയുമ്പോൾ 2 point something വരും അല്ലെ. 5 to 10, 10നേക്കാളും വലിയൊരു വാല്യൂ, ക്ലോസ് ടു ദാറ്റ്. അപ്പോൾ ഏതോ ഒരു ഓപ്ഷൻ? ആൻസർ will be 11 years. അപ്രോക്സ് ആണ് കേട്ടോ, 11 years will be the answer. അപ്പൊ സെമി മേജർ ആക്സിസ് എന്ന് കേൾക്കുമ്പോൾ അയ്യോ ഇത് എന്ത് സാധനമാ എന്ന് വിചാരിക്കണ്ട. അത് തന്നെയാ നമ്മുടെ ഈ ആറെന്ന് എടുക്കുന്ന സാധനം. ഇത് ആക്ച്വലി സെമി മേജർ ആക്സിസ് ആയിരുന്നു, നമ്മൾ അപ്രോക്സ് ചെയ്ത് അത് റേഡിയസ് ആയിട്ട് എടുത്ത് ഇത്രയും നാൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കേട്ടല്ലോ? Okay, and the next question is on the screen. Inside the engine of an automobile, the cylinder compresses the air from approximately standard temperature and pressure to 1/20th of the original volume and a pressure of 50 atmosphere. What is the temperature of the compressed air? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഓഫ് ദ കംപ്രസ്ഡ് എയർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കണ്ടീഷൻ ഇവിടെ യൂസ് ചെയ്യാം. PV is equal to nRT. or I'm going to use PV is proportional to T. ഇപ്പൊ രണ്ട് സിറ്റുവേഷൻസ് ആണുള്ളത് അല്ലെ. അപ്പൊ സെക്കൻഡ് സിറ്റുവേഷൻ, ഫസ്റ്റ് സിറ്റുവേഷൻ എല്ലാം സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ നമ്മുടെ 273 കെൽവിൻ ആണ്. ഇനി പ്രഷർ സെക്കൻഡ് കേസിൽ 50 അറ്റ്മോസ്ഫിയർ, അതായത് സ്റ്റാൻഡേർഡ് 1 അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഇത് 50 ടൈംസ് P ആണ്. അതുപോലെ V എന്ന് പറയുന്നത് എന്താണ്? V1 V/20 ആണ് എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. 1/20th ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കുന്നത്, റൈറ്റ്. ഇപ്പൊ രണ്ട് സിറ്റുവേഷൻസ്, PV പ്രൊപ്പോർഷണൽ ടു T, അതുപോലെ P1 V1 പ്രൊപ്പോർഷണൽ ടു T1. ഓക്കെ, റേഷ്യോ എടുക്കാം. അപ്പൊ PV ഡിവൈഡഡ് ബൈ P1 എന്താ 50P, V1 എന്താ V/20, റൈറ്റ്, is equal to T എന്താ 273 by T1 എന്താ, what is T1? T1 ആണ് കണ്ടുപിടിക്കേണ്ടത്, റൈറ്റ്. സോ നൗ Vയും Pയും ക്യാൻസൽ ആയി പോയി, ഒരു 0 പോയി, 2/5. അപ്പൊ എന്ത് വരും നോക്കാം നമുക്ക്. So T1 is equal to 273 into 5 divided by 2. ചെയ്ത് നോക്കി എന്ത് വരും?
അപ്പോൾ 273 by 2 എന്ന് പറയുമ്പോൾ 136.5 വരും അല്ലേ? സോ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 682. എന്ത് വരും? 682.5 വരും. ആക്ച്വലി 682 നമുക്ക് അപ്രോക്സ് ചെയ്തെടുക്കാം. ഓപ്ഷൻസ് നോക്കിയാൽ മതി. 682 Kelvin will be the answer. ഓക്കെ, അപ്പൊ നമ്മളുടെ യൂസേജ് കണ്ടീഷൻ എന്താണ്? PV is equal to NRT കണ്ടീഷനിൽ PV proportional to T ആണ് നമ്മൾ യൂസ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? So let's move on to the next one. A spring of natural length L and spring constant 50 Newton per meter is kept on a horizontal frictionless table with one end attached to a rigid support. Find the spring. First, the spring was compressed by 10 centimeter and then released to hit a ball of mass 20 gram kept at a distance L from the rigid support. If after hitting the ball, the natural length of the spring is restored, what is the speed with which the ball moved? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഇസ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ ബോൾ ഹാസ് മൂവ്ഡ് അല്ലെ? അപ്പൊ അവിടെ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു വലിയ ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ തോന്നും, പക്ഷെ സിമ്പിൾ ആണായിരിക്കും. ബേസിക് എനർജി കൺസർവേഷൻ യൂസ് ചെയ്താൽ മതി. ഒരു സ്പ്രിംഗ് 10 സെന്റിമീറ്റർ കംപ്രസ് ചെയ്തു, എന്നിട്ട് റിലീസ് ചെയ്തപ്പോ എന്ത് പറ്റി? അതൊരു ബോളിൽ ഹിറ്റ് ചെയ്യുന്നു. ഈ ബോളിൽ ഹിറ്റ് ചെയ്തതിനു ശേഷം ഈ സ്പ്രിംഗ് ഇറ്റ് ഇസ് കമ്മിങ് ബാക്ക് ടു ഇറ്റ്സ് നാച്ചുറൽ ലെങ്ത്. അതിന്റെ അർത്ഥം ആ സ്പ്രിംഗിൽ സ്റ്റോർഡ് ആയ പൊട്ടൻഷ്യൽ എനർജി which is of half kx square, it's getting fully converted into the kinetic energy which is half mv square. ഫുൾ ആയിട്ട് എന്തായി മാറി? half kx square is getting converted into half mv square. അപ്പൊ ഹാഫ് കളഞ്ഞേക്കാം അല്ലെ? വേണ്ടത് റൂട്ട് ഓഫ് kx square divided by m. kx square divided by m. k തന്നിട്ടുണ്ട് 50 ആ. x അറിയാം 10 സെന്റിമീറ്റർ മീറ്റർ ആക്കി കൺവേർട്ട് ചെയ്യണം. 10 into 10 raised to -2. മാസ് അറിയത്തില്ലേ? അറിയാം. എല്ലാ ടേംസും അറിയാം. സോ യു കൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫൈൻഡ് ദി ആൻസർ ഫോർ ദിസ്. കണ്ടുപിടിച്ചോളൂല്ലോ. ആൻഡ് ഡു കമന്റ് ബിലോ. ഒരു കാര്യം, ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത് വീഡിയോ പോസ് ചെയ്തിട്ട് അപ്പൊ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ അത് സ്കിപ്പ് ചെയ്തു പോകും. സോ ഫൈൻഡ് ദി ആൻസർ. കാൽക്കുലേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി ഞാനൊരു ലിങ്ക് താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഈസി ടിപ്സ് വല്ലതും വേണമെങ്കിൽ സ്ക്വയർ റൂട്ടോ സ്ക്വയർ ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ടിപ്സ് വേണമെങ്കിൽ ആ ലിങ്ക് കയറി നോക്കാം. യു ക്യാൻ ഗെറ്റ് ദാറ്റ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ കറസ്പോണ്ടിങ് ആൻസർ. ക്ലിയർ ആണല്ലോ? സംശയമില്ല, റൈറ്റ്? സോ കമന്റ് ദി ആൻസർ ബിലോ just like I told you. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. In a water container, an aluminum piece of volume 0.5 meter cube is lowered through an external force until it is completely submerged. In another identical water container, a lead piece of same volume was similarly submerged using the same amount of external force. The mass density of lead is 4 times larger than the mass density of the aluminum. If Fa and Fl are the buoyancy forces acting on aluminum and lead respectively, then which of the following statements is correct? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ബോയൻസി റിലേറ്റ് ചെയ്തുള്ള കാര്യം ചോദിക്കുന്നത് അല്ലെ? ബോയൻസിയുടെ എന്താ നിങ്ങൾ ആദ്യം ആലോചിക്കണം. ബോയൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി നമ്മളൊരു ഒബ്ജക്റ്റ് വെള്ളത്തിലിടുമ്പോൾ ഇഫ് ഇറ്റ് ഫ്ലോട്ട്സ് ഒരു ബോയിന്റ് ഫോഴ്സ് ഉണ്ട്, ഇഫ് ഇറ്റ് സിങ്സ് ഓൾസോ ബോയിന്റ് ഫോഴ്സ് ഉണ്ട്. ഓൺലി തിങ് ഇസ് അവന്റെ വെയിറ്റ് ബോയിന്റ് ഫോഴ്സിനേക്കാളും കൂടുതലായതുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ബോയിന്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ്സ് ദ വോളിയം ഓഫ് ദ ബോഡി ഇൻടു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻടു ജി. ഓർത്ത് വെക്കണം, ബോയിന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ ബോഡി ഇൻടു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻ വിച്ച് ഇറ്റ് ഇസ് സബ്മേർജ്ഡ്, ബോഡിയുടെ അല്ല, ഇൻടു ജി. ഓക്കെ, അപ്പോ വോളിയം ഓഫ് ദ ബോഡി രണ്ട് കേസിലും അലൂമിനിയം ആണ് ലെഡ് ആണെങ്കിലും ഇവിടെ വോളിയം എന്താ? സെയിം ആ. ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് വെള്ളത്തിലല്ലേ ഇടുന്നേ, അതും സെയിം ആ. ജിയോ ജി സെയിം ആണല്ലോ, which means all the terms here are same. അതിന്റെ അർത്ഥം അലൂമിനിയം ആയാലും ശരി ലെഡ് ആണെങ്കിലും ശരി രണ്ടുപേരുടെയും ബോയിന്റ് ഫോഴ്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. മനസ്സിലായോ? ഇതാ പറഞ്ഞ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോർമലി സിമ്പിൾ ആയിരിക്കും. അപ്പോ ഇഫ് യു നോട്ട് കോൺഫിഡന്റ് ഡോണ്ട് ഗോ ഫോർ ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. ഓക്കെ, ഞാൻ അന്ന് EMD സ്ട്രാറ്റജി പറഞ്ഞതുപോലെ ഡോണ്ട് ഗോ ഫോർ ദ ക്വസ്റ്റ്യൻ സ്ട്രേറ്റ് അവേ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ബട്ട് ഇറ്റ് ഇസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. ഈ ഒരു കണ്ടീഷൻ ഓർത്താൽ മതി. FB is equal to volume of the body into density of the liquid into G. Okay, അടുത്തേക്ക് പോകാം. And the next question. A boy formed a bubble and a liquid dropped from the same soapy water. The pressure difference between inside and outside of the soap bubble is measured to be 100 Newton per meter square. If the radius of the droplet is half of the radius of the bubble,
then the pressure difference between the inside and outside of the droplet is. Okay, അപ്പോൾ രണ്ട് കാര്യങ്ങളല്ലേ അവിടെ വരുന്നത്. എന്തൊക്കെയാ? ഒരു ഡ്രോപ്ലെറ്റും ഒരു ബബിളും. അപ്പൊ എക്സസ് പ്രഷറിന്റെ കാര്യം ഞാൻ ആ സർഫസ് ടെൻഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു. എക്സസ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എക്സസ് പ്രഷർ? എല്ലാത്തിനും ഡിഫറെന്റ് ആണല്ലേ. ഒരു ബബിൾ എടുക്കുമ്പോൾ അവന് രണ്ട് ഫ്രീ സർഫസ് ഉണ്ടെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ രണ്ട് ഫ്രീ സർഫസ് എന്ന് പറയുമ്പോൾ അവന്റെ എക്സസ് പ്രഷർ വിൽ ബി 40/R. is the surface tension, R is the radius. ബബിളിന്റെ. അപ്പൊ ഈ വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് എത്രയാ? 100 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഇനി ഒരു ഡ്രോപ്പ് എടുക്കുമ്പോഴോ, ഒരു ലിക്വിഡ് ഡ്രോപ്പ് എടുക്കുമ്പോൾ അവന് ഒരു ഫ്രീ സർഫസേ ഉള്ളൂ അല്ലെ. ഒരു ലിക്വിഡ് ഡ്രോപ്പ് എടുക്കുമ്പോൾ അവന് ഒരൊറ്റ ഫ്രീ സർഫസ്. അപ്പൊ ലിക്വിഡ് ഡ്രോപ്പ് ആണെങ്കിൽ അവന്റെ എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ 2T/R ആണ്. പക്ഷെ ഇവിടെ അവർ പറയുന്നുണ്ട് ഈ ലിക്വിഡ് ഡ്രോപ്പിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R/2 ആണ്. മറ്റവന്റെ പകുതിയേ ഉള്ളൂ ആരുടെ? ബബിളിന്റെ. which means this will be equal to 2T/R dash will be R/2 അല്ലെ. or this is equal to 4T/R, that is equal to 4T/R. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ എക്സസ് പ്രഷർ ഇവിടെയും 4T/R വന്നു, കാരണം ഇതിന്റെ റേഡിയസ് പകുതി ആയതുകൊണ്ടാണ്. ബട്ട് 4T/R ന്റെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം, എന്താ? 100. which means for a liquid drop also the excess pressure will be 100 Newton per meter. അതുപോലെ അപ്പൊ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും. അപ്പൊ ബബിൾ ഓർക്കുക, ഒരു കർവ് സർഫസിന്റെ ഓർക്കുക, ഡ്രോപ്പിന്റെ ഓർക്കുക. ബബിൾ ഇൻസൈഡ് ലിക്വിഡ് ആണെങ്കിലോ, എ ബബിൾ ഇസ് ഇൻസൈഡ് ലിക്വിഡ് മീൻസ് പുറത്ത് ലിക്വിഡാ, ഫ്രീ സർഫസ് ഇല്ല, അകത്ത് ഒരു ഫ്രീ സർഫസേ ഉള്ളൂ. സോ ഇഫ് എ ബബിൾ ഇസ് ഇൻസൈഡ് എ ലിക്വിഡ് then excess pressure will be what? 2T/R ആയിരിക്കും. അപ്പൊ ആ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കണം കേട്ടോ, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ആൻഡ് മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. In an LCR series circuit of inductance L, capacitance C and resistance R, the impedance is minimum when the angular frequency of the source is given by. അപ്പൊ ഇവിടെ ഇംപീഡൻസ് മിനിമം കണ്ടീഷൻ ആണ് ചോദിച്ചുള്ളത്. ഇംപീഡൻസ് മിനിമം, ഇംപീഡൻസ് എന്താ? ഇംപീഡൻസ് is equal to root of R square plus XC minus XL the whole square. ഇതിനെയാണ് നമ്മൾ ഇംപീഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇംപീഡൻസ് മിനിമം എന്ന് പറഞ്ഞാൽ ഇംപീഡൻസ് വിൽ ബി മിനിമം ഓൺലി അറ്റ് ദ കണ്ടീഷൻ ഓഫ് റെസണൻസ്. ഇപ്പൊ റെസണൻസിന്റെ കണ്ടീഷൻ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു അല്ലെ. എന്താ കണ്ടീഷൻ ഫോർ റെസണൻസ്? റെസണൻസിന്റെ കണ്ടീഷൻ XL is equal to XC. XL equal to XC ആണെങ്കിൽ ഇത് 0 ആവത്തില്ലേ? അപ്പോ Z is equal to R അല്ലേ? That is the condition for minimum impedance. Okay, അപ്പൊ XL equal to XC ആണെങ്കിൽ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ റെസണൻസിന്റെ കണ്ടീഷൻ പഠിപ്പിച്ചു അല്ലെ. എന്തായിരുന്നു? omega L is equal to 1/omega C, or omega is equal to 1/root LC. So impedance minimum ആകുമ്പോൾ this is the condition for the angular frequency which is equal to 1/root LC. ഓക്കെ, അപ്പൊ ഇംപീഡൻസിന്റെ കാര്യം ഓർത്ത് വെക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇംപീഡൻസ്. നമുക്ക് AC എന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൽ മിക്കവാറും ക്വസ്റ്റ്യൻ വരാൻ പോകുന്ന ഇംപീഡൻസ് റിലേറ്റഡ് ഒക്കെ ആയിട്ടായിരിക്കും. ഓക്കെ, സോ shall we go to the next one? Okay, and the next one. A pure inductor of inductance 0.1 Henry is connected to an AC source, 220 volt, angular frequency 300 Hz. The RMS current is. ഈ ക്വസ്റ്റ്യനിൽ RMS കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമുക്കറിയാം IRMS എന്ന് പറഞ്ഞാൽ, ഞാൻ AC എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, IRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is actually VRMS divided by the impedance. ഓക്കെ, ഇതൊരു പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് R ഉം XC ഒന്നും എടുക്കേണ്ട കാര്യമില്ല. എന്ത് മാത്രമേ ഉള്ളൂ? XL മാത്രമേ ഉള്ളൂ. which means Z is equal to XL. മനസ്സിലായോ? R ഇല്ല 0, XC ഇല്ല 0, അപ്പൊ മൈനസ് XL the whole square XL അല്ലെ. സോ Z is equal to XL ആണ്. അപ്പൊ VRMS എത്രയാ? 220 ആണ് അവർ പറഞ്ഞിട്ടുണ്ട്. XL എന്ന് വെച്ചാൽ നമുക്കറിയാം ഒമേഗ അല്ല. അപ്പൊ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? 2π into frequency into L. ഫ്രീക്വൻസി എത്രയാ? 300 എന്നാ പറഞ്ഞിട്ടുള്ളത്. സോ 220 divided by 2π into 300. ഇൻഡക്റ്റൻസ് വാല്യൂ L ന്റെ എത്രയാ? 0.1 Henry. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 0 ക്യാൻസൽ ആയി പോയി, ഒരു 2 2 പോയി, അപ്പൊ 11 വന്നു. ഇനി ഒരു 0.1 ഉണ്ട്, അപ്പൊ ഇത് കളഞ്ഞു. അപ്പൊ ആൻസർ is 11/3π. What is the answer? 11/3π is the answer, and that is the value for the RMS value of current. Clear? എളുപ്പമല്ലേ? അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം ഒരു പ്യുവർ ഇൻഡക്റ്റൻസ് സർക്യൂട്ട്. അത് ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വരാൻ ചാൻസ് കൂടുതലുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തേക്ക് പോകാം. And the next one. A magnetic field of 1 Tesla applied at an angle of π/3 to the vertical direction is decreased to 0 at a steady rate in 1 second.
The magnitude of induced EMF in a horizontally placed circular loop of radius 5 cm is given by. അപ്പോൾ ഈ ചോദ്യത്തില് മാഗ്നറ്റിക് ഫീൽഡ് അറിയാം 1 ടെസ്ലയാണ്. ആംഗിൾ ആദ്യം π/3 ആയിരുന്നു, അതെന്തായി മാറി? പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആക്കി മാറ്റി അല്ലെ. ആദ്യം മാഗ്നറ്റിക് ഫീൽഡ് 1 ആയിരുന്നു, പിന്നെ 0 ആക്കി മാറ്റി. ആംഗിൾ π/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, π/3 എന്ന് വെച്ചാൽ 60 ഡിഗ്രി. Now we know that induced EMF E എന്ന് പറഞ്ഞാൽ -d∅/dt ആണ്. Phi എന്ന് വെച്ചാൽ B dot A ആണ്, അല്ലെങ്കിൽ d/dt of BA cos theta. Fine. അപ്പോ A കോൺസ്റ്റന്റ് cos theta നമുക്ക് പുറത്തേക്ക് എടുക്കാം. So that will be ഏരിയ എത്രയാ? റേഡിയസ് 5 cm. അപ്പൊ ഏരിയ എത്രയാ? πr². πr² എന്ന് പറയുമ്പോൾ r² 5² അല്ലേ? അപ്പൊ 5² 5 into 10 raised to -2 the whole square. എന്താക്കിയതാ? മീറ്റർ ആക്കിയതാ. Into cos π/3 എന്ന് പറയുമ്പോൾ എത്ര വരും? cos 60 1/2 into change in magnetic field. What is the change in magnetic field? 1 ൽ നിന്ന് 0 ആയി, final minus initial, that will be -1. Okay, and this will be equal to, അപ്പൊ ഈ മൈനസ് ഉണ്ടായിരുന്നു, മൈനസും പോയി അല്ലെ. 5 into 5 25 ആണ് അല്ലെ. അപ്പൊ 25/2 എത്രയാ? 12.5. So that will be 12.5 pi into 10 raised to -4. ഈ കറക്റ്റ് ഓപ്ഷൻ ഇല്ല അല്ലെ. പക്ഷെ നമുക്കൊന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. എങ്ങനെയാ? is equal to 1.25 pi 10 raised to -4 മാറി, ഇവിടെ 10 raised to -3 വരും. എന്താ ഈ 10 raised to -3? മില്ലി അല്ലെ. So 1.25 pi millivolt will be the answer. Clear ആണോ? So this is the answer. 1.25 pi millivolt is the induced EMF over there. അപ്പൊ ഇത് ഓർത്ത് വെക്കാം. -d∅/dt. Phi എന്ന് വെച്ചാൽ B dot A. B ഇടയ്ക്ക് ചേഞ്ച് ചെയ്യാം, A ചേഞ്ച് ചെയ്യാം, or theta can also change. Okay, anything can change and you can apply that. Okay, so I hope you have understood all the things that I have taught you today. ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ feel free to comment below. Okay, അപ്പോ നമ്മുടെ 3 പാർട്ടായി വീഡിയോയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. KEAM 2019 further previous question papers also I will be discussing for you. And one more thing, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. എന്നാലും ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഒന്ന് കേട്ട് കളഞ്ഞു കാര്യമില്ല. അപ്പൊ അതിന്റെ കൂടെ തന്നെ ബാക്കി ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് കാണുക. ബാക്കി ചാപ്റ്റേഴ്സ് എടുക്കാനുള്ളത് ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. And in case you have any doubts at all, please feel free to comment below. And ഞാൻ പറഞ്ഞ പോലെ മാത്സിന്റെ കുറച്ച് ഷോർട്ട് കട്ട് ട്രിപ്സ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ലിങ്ക് എന്റെ വൈഫിന്റെ ചാനലാണ്. ലിങ്ക് ഞാൻ താഴെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, അങ്ങനെ ചെറിയ സിംപ്ലിഫിക്കേഷൻ്റെ ഒക്കെ ചെറിയ ട്രിക്സ് അതിനകത്തുണ്ട്. ഓക്കെ, സോ ഡു വാച്ച് ഇറ്റ് ഇഫ് യു വാണ്ട് ടു നോ അബൌട്ട് സം സിമ്പിൾ ട്രിക്സ് ടു സോൾവ് കോംപ്ലെക്സ് പ്രോബ്ലംസ്. And if you like the channel, do subscribe. Okay, so once again, till we meet with the next video, thank you.